പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ്, 5ാം ക്ലാസ്സിൻ്റെ സീഡ്സ് ഓഫ് ലൈഫ്, ജീവനുള്ള വിത്തുകൾ. അപ്പം ഇത് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, ഒരു സ്റ്റോറിയാണ്. അപ്പം അത് ഞാൻ അതിൻ്റെ മലയാളം പറഞ്ഞു തരാം. ഇംഗ്ലീഷ് വായിച്ചു പോയാൽ ടൈം പോകും, അതുകൊണ്ട് ഞാൻ മലയാളത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. രാജാവിന് നാട്ടിലെ കുട്ടികളുടെ സത്യസന്ധത പരിശോധിക്കണം എന്ന് തോന്നി. ഒരു ദിവസം രാജാവ് കുട്ടികളെയെല്ലാം രാജകൊട്ടാരത്തിൽ വിളിച്ചുകൂട്ടി എല്ലാവർക്കും വിത്തുകൾ നൽകി. ഈ വിത്ത് മുളപ്പിച്ച് 3 മാസം കൊണ്ട് ചെടിയായി കൊണ്ടുവരുന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കുട്ടികളുടെ കൂട്ടത്തിൽ കർഷക ബാലനായ പിങ്ങും ഉണ്ടായിരുന്നു. അവൻ വിത്തുകൾ ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ചിട്ടും വിത്ത് മുളച്ചില്ല. 3 മാസം കഴിഞ്ഞ് കുട്ടികളെല്ലാം പൂത്ത ചെടികളുമായി കൊട്ടാരത്തിലെത്തി. കാലിച്ചട്ടിയുമായി കൊട്ടാരത്തിലെത്തിയ പിങ്ങിനെ അവരെല്ലാം കളിയാക്കി. രാജാവ് ഓരോരുത്തരുടെയും ചെടികൾ പരിശോധിച്ചു. പിങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി. രാജാവ് പറഞ്ഞു, ഇവനാണ് വിജയി. ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത വിത്തുകളായിരുന്നു. ഈ സ്റ്റോറി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ സ്റ്റോറി. എവിടാണെന്നറിയാവോ? പിങ്കളയുടെ സ്റ്റോറി. ഇംഗ്ലീഷിൽ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പിങ്കളയുടെ സ്റ്റോറി, അല്ലയോ? ആ സ്റ്റോറി തന്നെയാണ് ഇത്. കാരണം ജീവനില്ലാത്ത വിത്താണ് കൊടുത്തത്, അത് മുളയ്ക്കില്ല അല്ലേ? അപ്പം വിത്ത് മുളയ്ക്കണമെങ്കിൽ അതിനെന്ത് വേണം? ജീവൻ വേണം അല്ലേ? അപ്പം നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അതിനെപ്പറ്റിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഹാവ് യു റീഡ് ദ സ്റ്റോറി ഓഫ് പിങ്ങിൻ്റെ സ്റ്റോറി നമ്മൾ വായിച്ചല്ലോ. ഒൺലി ലിവിങ് സീഡ് ജെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് മുളയ്ക്കുക, അതാണ് ജെർമിനേറ്റ്, അർത്ഥം എഴുതിയിട്ടോണം. ലിവിങ് സീഡ് ജെർമിനേറ്റ്, റൈറ്റ്, ജീവനുള്ള വിത്ത് മാത്രമേ മുളയ്ക്കുള്ളൂ. ഈസിൻറ്റ് ഇറ്റ് ദ ലൈഫ് വിത്തിൻ ടൈനി സീഡ്സ് ദാറ്റ് ഗ്രോ ഇൻ ടു ഈവൻ ഹ്യൂജ് ട്രീസ്. ഈ ചെറിയ വിത്തിലെ ജീവൻ വളർന്നാണ് വലിയ മരങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ ഈസിൻറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ എന്നുള്ള മീനിങ് ആണ്. കളക്ട് എ വെറൈറ്റി ഓഫ് സീഡ്സ്, ഡിസ്പ്ലേ ദ സീഡ്സ് ഇൻ യുവർ ക്ലാസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം പലതരത്തിലുള്ള സീഡിൻ്റെ വിത്തുകൾ കളക്ട് ചെയ്തിട്ട് യുവർ ക്ലാസ് റൂമിൽ അത് ഡിസ്പ്ലേ ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് അബൌട്ട് ദർ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രത്യേകതകളും എഴുതാനാണ് പറയുന്നത്. എങ്ങനെ എഴുതണം? നെയിം ഓഫ് ദി പ്ലാന്റ്, ഏത് സീഡാണോ നിങ്ങൾ, ചിലപ്പം മാങ്ങയുടെ ആണെങ്കിൽ മാങ്കോ എന്ന് എഴുതുക, പിന്നെ ജാക്ക് ഫ്രൂട്ടിൻ്റെ ആണെങ്കിൽ ജാക്ക് ഫ്രൂട്ട് എന്ന് എഴുതുക. അങ്ങനെ ഏത് വിത്താണോ നിങ്ങൾ കളക്ട് ചെയ്തത് അതിൻ്റെ പേരെഴുതുക, അതിൻ്റെ കളർ എഴുതുക, സൈസ് എഴുതുക, ഷേപ്പ് എഴുതുക, അതിനെന്തെങ്കിലും മറ്റുള്ള ഫ്യൂച്ചേഴ്സുകളുണ്ടെങ്കിൽ അതെഴുതുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാങ്കോയും ജാക്ക് ഫ്രൂട്ടിൻ്റെയും സീഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീഡുകൾ എടുക്കാം. അപ്പോൾ മാങ്കോയുടെ സീഡിൻ്റെ പ്രത്യേകത കളർ എന്ന് പറയുന്നത് ബ്രൗൺ ഓർ റെഡിഷ് ബ്രൗൺ ആണ്. ജാക്ക് ഫ്രൂട്ടിൻ്റെ ബ്രൗൺ ഓർ യെല്ലോയിഷ് ബ്രൗൺ. സൈസ് മാങ്കോയുടെ ബിഗ് ആണ്, ജാക്ക് ഫ്രൂട്ടിൻ്റെ മീഡിയം സൈസാണ്. ഷേപ്പ് രണ്ടിൻ്റെയും ഓവൽ ഷേപ്പാണ്. അതർ ഫ്യൂച്ചർ എന്നുള്ളത്, പിന്നെ അതിൻ്റെ അതർ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണ്? വേറെ ഉള്ളത് ഇതല്ലാതെ വേറെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അത് നമുക്ക് എഴുതാം. നിങ്ങൾ എടുക്കുന്ന സീഡ് ഏതാണോ അതിൻ്റെ മറ്റുള്ള ഫ്യൂച്ചേഴ്സുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം. അപ്പം ഞാൻ ഈ പ്രത്യേക ഫ്യൂച്ചേഴ്സുകൾ ഞാൻ ഇതിൻ്റെ എഴുതിയിട്ടേക്കാം. നോക്കാം നമുക്ക്. മാംഗോ സീഡിൻ്റെ പ്രത്യേകത എന്താണ്? അതർ ഫ്യൂച്ചേഴ്സ് സിംഗിൾ ആൻഡ് ഹാർഡ് ഔട്ടർ ഷെല്ലാണ്, ഒരെണ്ണമേ ഉള്ളൂ സീഡ്. അതുപോലെ തന്നെ കട്ടിയുള്ള ഔട്ടർ ഷെല്ലാണ്. ഫൈബറസ് സീഡ് കോട്ട്, ഒരുമാതിരി എന്താണ് പറയുന്നത്, ഇങ്ങനെ രോമം പോലെയുള്ള സീഡ് കോട്ടാണുള്ളത്. ടേക്ക് ഷോർട്ടർ ടൈം ടു ജെർമിനേറ്റ് 1 to 3 weeks, കുറച്ച് സമയം കൊണ്ട് തന്നെ, അതായത് എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ജാക്ക് ഫ്രൂട്ടുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അതിൻ്റെ സീഡുമായിട്ടാണ്. അപ്പം 1 to 3 weeks മതി ഇത് ജെർമിനേറ്റ് ചെയ്ത് തരാൻ. ഇൻസൈഡ് വൈറ്റ് ആൻഡ് ഫ്ലഷി, അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്ലഷി ആയിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ വൈറ്റ് കളറാണ് അതിനകത്തുള്ളത്. കണ്ടെയ്ൻ വിറ്റാമിൻ സി, ബി ആൻഡ് മിനറൽസ് ലൈക്ക് പൊട്ടാസ്യം ആൻഡ് മാഗ്നീഷ്യം. ഇതെല്ലാം ഒരു മാവിൻ്റെ വിത്തിനകത്തുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് ജാക്ക് ഫ്രൂട്ട് സീഡിൻ്റെ പ്രത്യേകത നോക്കാം. ഹാവ് തിക്ക് ആൻഡ് ഹാർഡ് സീഡ് കോട്ട്, അതിനും തിക്കും ഹാർഡും സീഡ് കോട്ടാണുള്ളത്. ടേക്ക് ലോങ് ടൈം ടു ജെർമിനേറ്റ്, അത് മുളയ്ക്കാൻ ഒരുപാട് സമയമെടുക്കും, അപ് ടു 6 months വരെ.
ഇൻസൈഡ് വൈറ്റ് ആൻഡ് സ്റ്റാർച്ചി. അപ്പോൾ ആ ജാക്ക് ഫ്രൂട്ട് സീഡിനകത്ത് സ്റ്റാർച്ച് നമ്മൾ ഇരുമ്പ് വെച്ച് മുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് വെള്ള മയം ഇരുമ്പിൽ പറ്റും, അതാണ് സ്റ്റാർച്ചാണത്. അപ്പോൾ അത് സ്റ്റാർച്ചിയുമാണ്, അതുപോലെ തന്നെ വൈറ്റുമാണ്. റിച്ച് ഇൻ പ്രോട്ടീൻ, ഫൈബർ ആൻഡ് കാർബോഹൈഡ്രേറ്റ്, ഇതിലെല്ലാം റിച്ചാണ്. ഇറ്റ് കണ്ടെയ്ൻ വിറ്റാമിൻ എ, സി, ബി, മിനറൽസ് ലൈക്ക് പൊട്ടാസ്യം, കാൽസ്യം ആൻഡ് അയൺ. ഇതൊക്കെയാണ് ജാക്ക് ഫ്രൂട്ടിൻ്റെ സീഡിൻ്റെ പ്രത്യേകതകൾ. അതർ ഫീച്ചേഴ്സ്: ലെറ്റസ് ജെർമിനേറ്റ്സ് സീഡ് മുളപ്പിച്ച് നോക്കാം. ജെർമിനേറ്റ് എന്ന് വെച്ചാൽ മുളയ്ക്കുക, അതിനാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് ദ സീഡ്? അപ്പോൾ ഒരു വിത്ത് ജെർമിനേറ്റ് ചെയ്യാൻ, മുളയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം? റൈറ്റ് ഡൗൺ യുവർ ഗസ്സസ്. നിങ്ങളുടെ ഗസ് എഴുതാം. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെ വേണം. നമ്മളൊരു വിത്ത് കൊണ്ട് നടുകയാണെങ്കിൽ അതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും, വാട്ടർ വേണം. നടാൻ എന്ത് വേണം? സോയിൽ വേണം അല്ലേ, മണ്ണ് വേണം. പിന്നെ മരങ്ങളുടെ ഇടയിലൊക്കെ കൊണ്ടുവച്ച് അത് കിളിക്കത്തില്ല, തണലത്ത് വെച്ചാൽ അതിന് എന്ത് വേണം? സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം അല്ലേ. പിന്നെന്തോ വേണം? ആ സൂര്യപ്രകാശത്തിൻ്റെ ഒരു വാംത്ത് വേണം, ചെറിയൊരു ചൂട് വേണം. അതിന് ലൈറ്റും വാംത്തും വേണം ഈ സീഡ് മുളയ്ക്കാൻ. അതിനാണ് നമ്മൾ സൺലൈറ്റ് എന്ന് പറയുന്നത്. സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നത് അതല്ലേ, ചെറിയ ചൂടും കിട്ടും, പിന്നെ എന്തുവാണ്? ലൈറ്റും കിട്ടും, വെളിച്ചവും കിട്ടും. അതിനാണ് നമ്മൾ സൺലൈറ്റ് വേണമെന്ന് പറയുന്നത്. ഇനി വേണ്ടത് എന്താണ്? എയർ വേണം, വായു വേണം വിത്ത് മുളയ്ക്കാൻ. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇറ്റ് യുവർ ഗസ് ഈസ് കറക്റ്റ്? അപ്പം നിങ്ങളുടെ ഗസ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമ്മളിവിടെ എന്താണ് ഗസ് ചെയ്ത് വെച്ചിരുന്നത്? നമ്മൾ ഗസ് ചെയ്തു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വാട്ടർ, സൺലൈറ്റ്, എയർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് നമ്മളിവിടെ ഗസ് ചെയ്ത് വെച്ചു. ഈ ഗസ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് കുറേ എക്സ്പെരിമെൻറ്റുകൾ അങ്ങോട്ടുണ്ട്, അതിൽ നോക്കാം. ലെറ്റ് us ഡു ദ നെസസറി എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നെസസറി എക്സ്പെരിമെൻറ്റ്: ടേക്ക് സം വെറ്റ് സോയിൽ ഇൻ എ ഗ്ലാസ്സിൽ കുറച്ച് നനഞ്ഞ മണ്ണെടുക്കുക. പുട്ട് സം പീ സീഡ്സ് ഇൻ ഇറ്റ്. പയറിൻ്റെ സീഡ് വിത്തിടുക. പ്ലേസ് ഇറ്റ് ആൻ ഏരിയ വെയർ ഇറ്റ് വിൽ ഗെറ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. വാട്ടർ ഷുഡ് ആൾസോ ബി ഗിവൺ അറ്റ് എ റിക്വയർഡ് റേറ്റ് ടു മെയിൻറ്റെയിൻ മോയ്സ്ചർ. അപ്പോൾ ഈ നമ്മൾ വാട്ടർ വേണമെന്ന് പറഞ്ഞാൽ വാട്ടർ ഒരുപാട് ഒഴിക്കരുത്, അതിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചാണ്, അതിൻ്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ വാട്ടർ കൊടുക്കുന്നത്. അപ്പോൾ മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒബ്സർവ് ഇറ്റ് എവരി ഡേ. വാട്ട് ഓൾ ഫാക്ടേഴ്സ് ഡിഡ് ദ സീഡ് ഗെറ്റ്? അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇപ്പോൾ കൊടുത്തു? നമ്മൾ ആ സീഡിന് കൊടുത്തു, മോയ്സ്ചറിന് വാട്ടർ കൊടുത്തു, സീഡിടാൻ മണ്ണെടുത്തു, സോയിലെടുത്തു, സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ചു അല്ലയോ. അപ്പം ഇത്രയും ഫാക്ടറാണ് ആവശ്യം. സൂര്യപ്രകാശം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒബ്സർവ് ഇറ്റ് എവരി ഡേ. വാട്ട് ആൾ ഫാക്ടേഴ്സ് ഡിഡ് ദ സീഡ് ഗെറ്റ്? ഇനി എന്തൊക്കെ വേണമായിരുന്നു സീഡിന്? ആൾ ഫാക്ടേഴ്സ് ഡിഡ് ദ സീഡ് ഗെറ്റ് എന്തൊക്കെ കിട്ടി? സോയിൽ കിട്ടി, വാട്ടർ കിട്ടി, എയർ കിട്ടി, സൺലൈറ്റ് കിട്ടി അല്ലേ. എന്തൊക്കെ കിട്ടി? ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി സോയിൽ കിട്ടി, വാട്ടർ കിട്ടി, എയർ കിട്ടി, സൺലൈറ്റ് കിട്ടി. ആർ ഓൾ ദീസ് ഫാക്ടേഴ്സ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് ദി സീഡ്? ഈ ഫാക്ടേഴ്സുകളെല്ലാം ഈ സീഡിൻ്റെ ജെർമിനേഷന് മുളയ്ക്കാൻ വേണ്ടി ആവശ്യമുണ്ടോ? അതായത് സോയിലും വാട്ടറും എയറും സൺലൈറ്റും എല്ലാം ഈ സോയിൽ മുളയ്ക്കാൻ വേണ്ടി ആവശ്യമുണ്ടോ? ഹൗ ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്? നമുക്ക് എങ്ങനെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം ആവശ്യമുണ്ടോ എന്ന്? നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. അതായത് സോയിലാണോ, വാട്ടറാണോ, എയറാണോ, സൺലൈറ്റാണോ, ഇതിൻ്റെയൊന്നും ആവശ്യമില്ലാതെ തന്നെ ഇത് ജെർമിനേറ്റ് ചെയ്ത് വരുമോ, ഈ സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരുമോ എന്ന് നമുക്ക് ഓരോന്നായിട്ട് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഈ സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. സോയിൽ ആവശ്യമാണോ സീഡ് മുളയ്ക്കാനെന്ന് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദാറ്റ് സോയിൽ നെസസറി ഫോർ ദ സീഡ്സ് ടു ജെർമിനേറ്റ്? നമ്മൾ എങ്ങനെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? അതായത് സോയിൽ വേണ്ട എന്ന്, സോയിൽ ഈസ് നെസസറി ഫോർ ദ സീഡ്സ് ടു ജെർമിനേറ്റ്. വിത്ത് മുളയ്ക്കാൻ മണ്ണ് അത്യാവശ്യമാണോ എന്ന് നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? നെസസറി എന്ന് പറഞ്ഞാൽ ആവശ്യം. Can we do it by examining if seed placed without soil will germinate? മണ്ണില്ലാതെ വെച്ച വിത്ത് മുളയ്ക്കുമോ എന്ന് നോക്കിയാൽ പോരെ? അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു വിത്ത് എടുത്തിട്ട് മണ്ണില്ലാതെ വേറെ എന്തെങ്കിലും ഒരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് മുളയ്ക്കുമെങ്കിൽ വിത്ത് മുളയ്ക്കും, മണ്ണില്ലാതെ തന്നെ വിത്ത് മുളയ്ക്കുമെന്ന് നമുക്ക് പറയാം. പുട്ട് എ വെറ്റ് കോട്ടൺ ബോൾ ഇൻ എ ഗ്ലാസ് ആൻഡ് പ്ലേസ് ദ സീഡ് ഓൺ ഇറ്റ്. ഇങ്ങനെ നനഞ്ഞ ഒരു കോട്ടൺ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഈ പിക്ചറിൽ കാണുന്ന കണക്ക് ഗ്ലാസ്സിലിട്ടിട്ട്
അതിനകത്ത് വിത്ത് പ്ലേസ് ചെയ്യാനാണ് പറയുന്നത്. വിത്തിടണം. വാട്ട് ഫാക്ടേഴ്സ് ഡു ദ സീഡ് ഗെയിൻ? എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിന് കിട്ടിയത്? നമ്മളിപ്പോൾ ഇങ്ങനൊരു ഗ്ലാസ് എടുത്തു, അതിനകത്ത് കോട്ടൺ തുണി വെച്ചു, സീഡ് ഇട്ടു. എന്നിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് അതിന് കിട്ടി? വാട്ടർ കിട്ടി, കാരണം മോയ്സ്ചറാണ്. പഞ്ഞി മോയ്സ്ചർ ചെയ്ത് കൊടുക്കണം. എയർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ തുറന്നല്ലേ വെച്ചത്, എയർ കിട്ടി, സൺലൈറ്റ് കിട്ടി. പക്ഷെ എന്താണ് അവിടെ നമ്മൾ അവോയ്ഡ് ചെയ്തത്? എന്താണ്? സോയിൽ അവോയ്ഡ് ചെയ്തു അല്ലേ? അപ്പോൾ ദ ഫാക്ടേഴ്സ് ദാറ്റ് ദ സീഡ് ഡസൻറ്റ് ഗെറ്റ്, എന്താണ് അവിടെ കിട്ടാഞ്ഞത്? സോയിലാണ് കിട്ടാഞ്ഞത്. സോയിലിന് പകരം നമ്മൾ എന്ത് വെച്ചത്? കോട്ടനാണ് വെച്ചത്. നോക്കൂ, ഈ കോട്ടണിൽ വെച്ച് കഴിഞ്ഞാൽ ആ വിത്ത് മുളയ്ക്കുമോ അല്ലേ? നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇങ്ങനെ ഒരു നനഞ്ഞ വെറ്റ് കോട്ടൺ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ സീഡിട്ട് ഇങ്ങനെ സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് മുളയ്ക്കും, തീർച്ചയായിട്ടും അത് മുളയ്ക്കും. ഇപ്പം മണ്ണില്ലാതെ തന്നെ ഒരുപാട് കൃഷി ചെയ്യാനുള്ള ടെക്നോളജികളൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ വലിയ മരം, നമ്മുടെ പ്ലാവ്, മാവ്, അങ്ങനെ വലിയ മരം ആവണമെങ്കിൽ തീർച്ചയായിട്ടും മണ്ണ് വേണം. അല്ലാതെ നമുക്ക് ചെറിയ ചെറിയ വിത്തുകൾ പച്ചക്കറി കൃഷിക്കും ഒക്കെ മണ്ണിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഡെവലപ്പാക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ചാപ്റ്റർ അങ്ങോട്ട് പഠിക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. ഇവിടെ നമ്മൾ ഈ മണ്ണില്ലാതെ തന്നെ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് കൊടുത്തത് അതൊരു കോളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദ ഫാക്ടേഴ്സ് ദാറ്റ് സീഡ് ഗെറ്റ്സ്, എന്തൊക്കെ കിട്ടി? വാട്ടർ കിട്ടി, എയർ കിട്ടി, സൺലൈറ്റ് കിട്ടി. എന്താ കിട്ടാതിരുന്നത്? സോയിൽ. ഈസ് വാട്ടർ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? അപ്പോൾ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വാട്ടർ ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ കാര്യം കണ്ട് വിത്ത് ജെർമിനേറ്റ് ചെയ്യാൻ മണ്ണിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. ഇനി വാട്ടറിൻ്റെ ആവശ്യമുണ്ടോ വിത്ത് ജെർമിനേറ്റ് ചെയ്യാൻ, സീഡ് മുളയ്ക്കാൻ? ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇറ്റ്? വാട്ടർ ഈസ് നെസസറി ഫോർ ദ സീഡ് ജെർമിനേറ്റ്. അപ്പം നമ്മൾ എങ്ങനെയാണത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്? സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വാട്ടറിൻ്റെ ആവശ്യമില്ല എന്ന്. വിച്ച് ഫാക്ടർ ഷുഡ് ബി കെപ്റ്റ് ഔട്ട് ഓഫ് ദി എക്സ്പെരിമെൻറ്റിംഗ് ഐറ്റം? അതിൽ നിന്ന് നമ്മൾ ഏത് ഫാക്ടറാണ് മാറ്റി വയ്ക്കേണ്ടത്? വാട്ടറാണ് മാറ്റി വയ്ക്കേണ്ടത് അല്ലേ? വാട്ടർ മാറ്റി വെച്ചാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വാട്ടറിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. പ്ലാൻ ദി എക്സ്പെരിമെൻറ്റ്. നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് നോക്കാം. ഇതിനെ ചൊല്ലിയൊരു എക്സ്പെരിമെൻ്റ് നോക്കാം. അതിന് റിക്വയർഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ത്? അതിന് റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് വേണം, ഇതുപോലെ തന്നെ സോയിൽ വേണം, എന്തിൻ്റെയെങ്കിലും ഒരു സീഡ് വേണം. ഇപ്പം നമ്മൾ ഇതിനകത്ത് സീഡ് പീ സീഡാണ്, പയറുവിത്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പയറുവിത്ത് എടുക്കാം. അപ്പോൾ വാട്ടർ വേണ്ട അല്ലേ? അപ്പോൾ നമുക്ക് പ്രൊസീജിയർ എഴുതേണ്ടത്? ഫിൽ പോട്ട്സ് വിത്ത് ഡ്രൈ സോയിൽ, ഉണങ്ങിയ മണ്ണ് ആ ഗ്ലാസ്സിൽ ഫില്ല് ചെയ്യണം. ആൻഡ് പ്ലാന്റ് പീ സീഡ്സ് ഇൻ ഇറ്റ്, അതിനകത്ത് പീ സീഡ് പ്ലാന്റ് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് സീഡ്സ് റിസീവ് റെഗുലർ എയർ, വാംത് ആൻഡ് സൺലൈറ്റ്. എൻഷുർ ചെയ്യുക. എൻഷുർ എന്ന് വെച്ചാൽ ഉറപ്പാക്കുക. അതിന് റെഗുലറായിട്ടുള്ള എയർ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സൺലൈറ്റ് കിട്ടുന്നുണ്ട്. സൺലൈറ്റ് എന്തിനാണ്? ലൈറ്റിനും വാംത്തിനും, ചെറിയ ചൂടിനുമാണ് നമ്മൾ സൺലൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കിട്ടുന്നെന്ന് ഉറപ്പാക്കുക. കാരണം ആ ഒരു ഫാക്ടേഴ്സ് നമുക്കതിന് വേണം. നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് വാട്ടറാണ്. വാട്ടർ അവോയ്ഡ് ചെയ്യുക. എന്നിട്ടത് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ എന്തായിരിക്കും? പീ സീഡ്സ് ആർ നോട്ട് ജെർമിനേറ്റഡ്. പീ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യില്ല. നമ്മളിപ്പോൾ പീ സീഡാണ് എടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീഡ് എടുക്കാം. അപ്പോൾ അതിനുള്ള ഇൻഫറൻസ് എന്താണ് കൊടുക്കുന്നത്? വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷന് വാട്ടർ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ കണ്ടു വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ സീഡ് ജെർമിനേഷൻ. സീഡ് മുളയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അല്ലേ? വാട്ടർ ഇല്ലെങ്കിൽ സീഡ് മുളയ്ക്കില്ല എന്ന് നമ്മൾ കണ്ടു. ഈ സൺലൈറ്റ് നെസസറി ഫോർ സീഡ് ടു ജെർമിനേറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സൺലൈറ്റ് ഒരു ആവശ്യ ഘടകമാണോ സീഡ് ജെർമിനേഷന്, സീഡ് വിത്ത് മുളയ്ക്കുന്നതിന്? ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? അപ്പോൾ സീഡ് ജെർമിനേഷന് സൺലൈറ്റ് എസെൻഷ്യൽ ആണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ തെളിയിക്കും? വാട്ട് ഫാക്ടർ ഷുഡ് ബി ലെഫ്റ്റ് അവോയ്ഡഡ് ഹിയർ? ഏത് ഫാക്ടറാണ് നമ്മളിവിടെ അവോയ്ഡ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ മണ്ണ് എസെൻഷ്യൽ ഫാക്ടറാണോ എന്ന് നോക്കിയപ്പോൾ മണ്ണ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കൊടുത്തിട്ടാണ്
അത് ജെർമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. രണ്ടാമത്തത് വാട്ടറിൻ്റെ കേസ് നോക്കിയപ്പോൾ നമ്മൾ വാട്ടർ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഫാക്ടർ എല്ലാം കൊടുത്ത് സീഡിന് കൊടുത്തപ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. പക്ഷേ മണ്ണ് അവോയ്ഡ് ചെയ്തപ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് സൺലൈറ്റ് അവോയ്ഡ് ചെയ്താണ് നോക്കുന്നത്. അപ്പോൾ ഏത് ഫാക്ടറാണ് അന്നേരം സൺലൈറ്റ് ആവശ്യമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫാക്ടറാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? സൺലൈറ്റ് അവോയ്ഡ് ചെയ്യണം. പക്ഷെ ഇങ്ങനെ ചെയ്താലും വിത്ത് മുളച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ വിത്ത് മുളച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലെറ്റ് us ട്രൈ ദ എക്സ്പെരിമെൻറ്റ്സ് പ്ലാൻഡ് സോ ഫാർ. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ ആ എക്സ്പെരിമെൻറ്റുകളെല്ലാം നമുക്കൊന്ന് ചെയ്തു നോക്കാം. പ്ലേസ് ഗ്രീൻ ഗ്രാം സീഡ് ഇൻ എ ഗ്ലാസ് സോ ദാറ്റ് ഈസ് റിസീവ്ഡ് സോയിൽ, എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ്. ഒരു ഗ്ലാസ്സിൽ ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞാൽ ചെറുപയർ, അതിൻ്റെ സീഡ് ഇടുക. അതിനെ ഈ നമ്മളീ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സുകളും കിട്ടുന്ന രീതിയിൽ. ഏതൊക്കെ ഫാക്ടേഴ്സുകളാണ്? നമ്മൾ സോയിൽ പറഞ്ഞു, എയർ പറഞ്ഞു, വാട്ടർ പറഞ്ഞു, സൺലൈറ്റ് പറഞ്ഞു. അപ്പോൾ ഈ ഫാക്ടേഴ്സുകളെല്ലാം കിട്ടുന്ന രീതിയിൽ ഒരു ഗ്ലാസ്സിൽ ചെറുപയറിൻ്റെ വിത്ത് ഇടുക, അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്യുക. അടുത്തത് പ്ലേസ് ദ സീഡ്സ് ഇൻ ദി അതർ 3 ഗ്ലാസ്. മറ്റു 3 ഗ്ലാസ്സുകളിൽ എന്ത് ചെയ്യണം? ദാറ്റ് ഡു നോട്ട് ഗെറ്റ് എനി വൺ ഓഫ് ദി ഫോളോയിങ് അറ്റ് എ ടൈം. ഏതെങ്കിലും ഒരെണ്ണം കിട്ടാത്ത രീതിയിൽ, അതായത് സോയിൽ, വാട്ടർ ആൻഡ് സൺലൈറ്റ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടാത്ത രീതിയിൽ ഈ 3 ഗ്ലാസ്സിൽ വിത്ത് നട്ടിട്ട് അങ്ങനെ കീപ്പ് ചെയ്യുക. നമുക്ക് ഒബ്സർവ് ചെയ്ത് നോക്കാം എന്താണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതെന്ന്. നിങ്ങൾ വീട്ടിൽ പോയി ഇത് നന്നായിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന്. ഇതിൽ എല്ലാ ഫാക്ടേഴ്സും കൊടുത്തത് മുള വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എക്സെപ്റ്റ് സോയിൽ കൊടുക്കാത്തതിലും ഇപ്പോൾ ഗ്ലാസ് 2 നമ്മൾ സോയിൽ കൊടുത്തിട്ടില്ല. എക്സെപ്റ്റ് സോയിൽ എന്ന് വെച്ചാൽ സോയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ആ സോയിൽ ഒഴിവാക്കിയതും അത് കോട്ടൺ കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതിലും മുള വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തത് എന്താ? എക്സെപ്റ്റ് വാട്ടർ ഒഴിവാക്കിയത്. അപ്പോൾ വാട്ടർ ഒഴിവാക്കിയതിനകത്ത് മുള വരാൻ യാതൊരു ചാൻസും ഇല്ല, മുള വന്ന് കാണില്ല. അടുത്ത എന്തുവാണ്? സൺലൈറ്റ് ഒഴിവാക്കിയതിലും മുള വന്ന് കാണാൻ ചാൻസ് ഉണ്ട്, അതിലും മുള വരാൻ ചാൻസ് ഉണ്ട്. വിച്ച് ഓൾ ഫാക്ടേഴ്സ് വെർ ഫൗണ്ട് ടു ബി നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഒരു സീഡ് ജെർമിനേഷൻ ചെയ്യാൻ ആവശ്യമുള്ളത്? അപ്പം നോക്ക്, അതിൻ്റെ ഒരു ആൻസർ ബോക്സിൽ തന്നിട്ടുണ്ട്. വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വാട്ടർ നെസസറിയാണ്, നമ്മളത് പരീക്ഷിച്ച് അറിഞ്ഞ കാര്യമാണ്. വാട്ടർ അത്യാവശ്യമാണ് ഒരു സീഡ് മുളച്ച് വരാൻ. ബട്ട് ദി ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. എന്നാൽ സോയിലും സൺലൈറ്റും നെസസറി ഫാക്ടറുകളല്ല. ബിസൈഡ്സ് വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആൾസോ നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. Besides water, air and suitable temperature are also necessary for seed germination. വാട്ടറിന് പുറമേ സ്യൂട്ടബിൾ ആയിട്ടുള്ള എയറും ടെമ്പറേച്ചറും സീഡ് ജെർമിനേഷന് ആവശ്യമാണ്. ഡിഫറെൻറ്റ് സീഡ്സ് ഹാവ് ഡിഫറെൻറ്റ് ജെർമിനേഷൻ ടൈം ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ അല്ലേ. പല സീഡിനും അത് മുളച്ച് വരുന്നത് വ്യത്യസ്ത സമയമായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും 2 തരത്തിലുള്ള അല്ലെങ്കിൽ 3-4 തരത്തിലുള്ള സീഡുകൾ കൊണ്ട് പാകി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ 4 ടൈമിലായിരിക്കും അത് കിളിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ജെർമിനേഷൻ ടൈമും വ്യത്യാസമായിരിക്കും, അതുപോലെ തന്നെ അതിന് ആവശ്യമായ ടെമ്പറേച്ചറും വ്യത്യാസമായിരിക്കും. ഒരു സീഡിന് ആവശ്യമായ ടെമ്പറേച്ചർ ആയിരിക്കില്ല മറ്റുള്ള സീഡിന് ജെർമിനേറ്റ് ചെയ്യാൻ. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സൺലൈറ്റ് എന്ന് പറയുന്നത് അതിന് കൊടുക്കുന്ന വാംത്താണ്, ചൂടാണ്, ടെമ്പറേച്ചറാണ്. അതുപോലെ തന്നെ ലൈറ്റും, ഇതിനാണ് സൺലൈറ്റിൻ്റെ ആവശ്യം സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലൈഫ് വിത്തിൻ ദി സീഡ്, വിത്തിനുള്ളിലെ ജീവിതം. ഒബ്സർവ് ദ ജെർമിനേഷൻ ഓഫ് ദി ഗ്രീൻ ഗ്രാം സീഡ് ഇൻ ദി ഇല്ലുസ്ട്രേഷൻ. നോക്കൂ, ആ ഒരു ചെറുപയറിൻ്റെ സീഡിലിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ പയറിട്ട് അത് മുളച്ചു വന്നു, അത് കഴിഞ്ഞൊരു ചെറു പയറിൻ്റെ തൈയായി മാറി. അങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളാണ് ഈ പിക്ചറിലുള്ളത്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്.
ഫസ്റ്റ് കൊടുത്തേക്കുന്ന ഒരു ചെറുപയറിട്ടു, അതിനുശേഷം അതിന് ചെറിയൊരു വേര് വരുന്നു, പ്രൈമറി സ്റ്റേജ്, റാഡിക്കിൾ. അപ്പോൾ ഈ റാഡിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി റൂട്ടാണ്. ആദ്യമായിട്ട് അതിൽ വരുന്ന റൂട്ടിന് പറയുന്ന പേരാണ് റാഡിക്കിൾ എന്ന്. അതായത് പ്രൈമറി റൂട്ട് ഓഫ് പ്ലാന്റ് ദാറ്റ് എമർജ് ഫ്രം ദി സീഡ് ഡ്യൂറിങ് ജെർമിനേഷൻ. ജെർമിനേഷൻ്റെ സമയത്ത് ആ സീഡിൽ നിന്നും വരുന്ന പ്രൈമറി റൂട്ടാണ് ഈ റാഡിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിന്നീട് ആ റൂട്ടാണ് പിന്നീട് വളർന്ന് അതിനകത്ത് ചെറിയ റൂട്ട്സുകളെല്ലാം ഫോം ചെയ്തിട്ട് റൂട്ട് സിസ്റ്റമായിട്ട് മാറുന്നത്. അപ്പം എന്തൊക്കെയാണ് ഈ റാഡിക്കിളിൻ്റെ പ്രത്യേകത? അത് ആ ഒരു പ്ലാന്റിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നു അല്ലേ? ആ റൂട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്ലാന്റിന് സ്റ്റെബിലിറ്റി ഉള്ളൂ. ആ പ്ലാന്റിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. പിന്നെന്താണ്, മണ്ണിൽ നിന്നും വാട്ടറും അതുപോലെ തന്നെ മിനറൽസും എല്ലാം അബ്സോർവ് ചെയ്യുന്നതും ഈ റൂട്ടാണ് അല്ലേ? അപ്പം അതിൻ്റെ പ്രൈമറി സ്റ്റേജാണ്, ഈ റൂട്ടിൻ്റെ പ്രൈമറി സ്റ്റേജാണ് റാഡിക്കിൾ എന്ന് പറയുന്നത്. ഏതാണ് നെക്സ്റ്റ് സ്റ്റേജ് വരുന്ന, അത് കുറച്ച് മുളച്ചു, റൂട്ട് ആ റാഡിക്കിളിൽ ചെറിയ ചെറിയ വേരുകളെല്ലാം വന്നു, കുറച്ച് മണ്ണിൽ നിന്നും പൊങ്ങി വന്നു. അതിനുശേഷം എന്ത് വരുന്നു? ലീഫ്. അപ്പം കോട്ട്ലിഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സീഡിൽ നിന്നും വരുന്ന ജെർമിനേഷന് ശേഷം, സീഡിൻ്റെ ജെർമിനേഷന് ശേഷം വരുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് ഈ കോട്ട്ലിഡൻ എന്ന് പറയുന്നത്. ഈ കോട്ട്ലിഡനെ നമ്മൾ ഫസ്റ്റ് ലീഫ് എന്ന് പറയും, പിന്നെന്തുവാണ്, സീഡ് ലീഫ് എന്നും പറയും. അപ്പം ഈ കോട്ട്ലിഡൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളതായിരിക്കും. അതിൽ നിന്നാണ് പിന്നീട് അതിൻ്റെ നടുക്ക് നിന്നാണ് പിന്നീട് മറ്റുള്ള ഇലകൾ മുളച്ചു വരുന്നത്. അതിനെ ഫസ്റ്റ് ലീഫ് എന്ന് പറയും, സീഡ് ലീഫ് എന്നും പറയും. കട്ടിയാണ് സീഡ് ലീഫ്, കട്ടിയാണ്. അപ്പം ഈ ഒരു പ്ലാന്റിന് ഉള്ള കുറച്ചങ്ങ് വളർന്നു വന്നാലേ അതിന് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയം വരെ ഈ പ്ലാന്റിന് ഫുഡ് കിട്ടുന്നത് ഈ കോട്ട്ലിഡനിൽ നിന്നാണ് ഈ പ്ലാന്റ് ഫുഡ് അബ്സോർവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പറയുമല്ലോ, സ്നാക്ക് പാക്ക് എന്ന് പറയത്തില്ലയോ, അവർ കൊണ്ടുപോയി കഴിക്കുന്നത്. അതുപോലെ ഈ ഒരു കുഞ്ഞു പ്ലാന്റിന് അതിൻ്റെ പ്രകാശ സംശ്ലേഷണം തന്നെത്താൻ നടത്തുന്ന അവസരം വരെ അതിന് ഫുഡ് കിട്ടുന്നത് ഈ കോട്ട്ലിഡനിൽ നിന്നാണ്. അപ്പം ഈ പ്ലാന്റ് വലുതായി വരുംതോറും ഈ കോട്ട്ലിഡൻ ചുരുങ്ങി ചെറുതായി വന്ന് അങ്ങ് നശിച്ചു പോകും. കാരണം അതിൽ നിന്നുള്ള ഫുഡ് അബ്സോർവ് ചെയ്തെടുക്കുന്നു? ഈ പ്ലാന്റ് അബ്സോർവ് ചെയ്തെടുക്കുന്നു. പിന്നെ ഈ കോട്ട്ലിഡനെ പറ്റി പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, മോണോകോട്ടും ഉണ്ട്, ഡൈക്കോട്ടും ഉണ്ട്. അപ്പം ചില പ്ലാന്റിന് ഈ കോട്ട്ലിഡൻ ഒരെണ്ണവേ കാണത്തുള്ളൂ. ഏതൊക്കെയാണ്? കോണ്, റൈസ്, അതുപോലുള്ള പ്ലാന്റുകൾക്ക്. അപ്പോൾ ഇതിനെ മോണോകോട്ട് എന്നറിയപ്പെടുന്നു. എന്നാൽ പീ, അതുപോലെ തന്നെ നമ്മൾ പാവയ്ക്ക, ബിറ്റർ ഗോഡ്, അതിനൊക്കെ 2 എണ്ണം ഉണ്ട്. മത്തൻ, അതിനൊക്കെ 2 എണ്ണം ഉണ്ട്. അതിന് ഡൈക്കോട്ടും എന്നറിയപ്പെടുന്നു. പിടികിട്ടിയില്ല കോട്ട്ലിഡൻ എന്തുവാണെന്ന്. നെക്സ്റ്റ് പാർട്ട് വരുന്നത് പ്ലിമ്യൂൾ. പ്ലിമ്യൂൾ എന്ന് പറഞ്ഞാൽ, പ്ലിമ്യൂൾ ഇത് ബേബി ഷൂട്ട്. ഈ കോട്ട്ലിഡൻ കഴിഞ്ഞിട്ട് മുകളിലോട്ട് വരുന്ന ബേബി ഷൂട്ട്, അതിൽ നിന്നാണ് ഷൂട്ട് സിസ്റ്റം ഡെവലപ്പായി വരുന്നത്. അതാണ് പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളം ബീജശീർഷം. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലിടാം. അടുത്തത് ഹൈഡ്രോഫോണിക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.